നമുക്കൊപ്പം ഇപ്പോൾ ഒരു അതിഥി കൂടി ചേരുകയാണ്. സ്വാമി അഭയാനന്ദ, ചിന്മയ മിഷനിലെ സ്വാമി അഭയാനന്ദയാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. സ്വാമി, രാമഭക്തനായ അങ്ങ് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടാകുമെന്നും ആ സന്തോഷത്തിൽ പങ്കെടുക്കാമെന്നും ഇങ്ങനെയൊക്കെ അതിഥിയായൊക്കെ പങ്കെടുത്ത് അതിനെക്കുറിച്ച് സംസാരിക്കാമെന്നും ഒക്കെ ചിന്തിച്ചിരുന്നോ? രാമക്ഷേത്രം സാധ്യമാകുമെന്ന പ്രതീക്ഷ താങ്കൾക്കുണ്ടായിരുന്നോ? കുട്ടിക്കാലത്ത് പറഞ്ഞാൽ ഞാനൊരു സ്കൂള് പഠനം കഴിഞ്ഞ സമയത്താണ് ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതിനുശേഷം ഈ നിരവധി തവണ ഓരോ ഇലക്ഷൻ വരുന്ന സമയത്തും ഭാരതീയ ജനതാ പാർട്ടിയുടെയൊക്കെ ഒരു മുദ്രാവാക്യം ഇതായിരുന്നു, രാമക്ഷേത്രം അവിടെ പണിയും എന്നുള്ളത്. അതിനിടയ്ക്ക് തർക്കമന്ദിരം കർസേവ തകർക്കുകയും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അതിന് ശേഷം ഉണ്ടായല്ലോ. അപ്പോൾ ഓരോ ഇലക്ഷൻ അതിന് ശേഷം കഴിഞ്ഞ് വരുമ്പോഴും പലപ്പോഴും നമ്മളിങ്ങനെ വിചാരിക്കും, ഇതൊക്കെ നടക്കാൻ പോണ കാര്യമാണോ, സംഭവിക്കുമോ എന്നൊക്കെ. കാരണം ഓരോ ഇലക്ഷനും വോട്ട് നേടാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണോ ഇതെന്ന് പല ആൾക്കാരും സംശയിച്ചിരുന്നു. ഒരുപക്ഷെ ഇതിന് പ്രചാരണം കൊടുത്ത ആളുകൾക്കൊരു സംശയവും ഉണ്ടാവില്ല. എങ്കിലും നമ്മുടെയൊക്കെ ഒരു ജീവിതകാലത്ത് ഇത് കാണാൻ സാധിച്ചത് വലിയ മഹത്തായ കാര്യമാണ്. ഒരു 500 വർഷത്തിലധികം നീണ്ട സമരങ്ങളുടെ അല്ലെങ്കിൽ ആത്മാഭിമാനം വീണ്ടെടുക്കാനായിട്ട് നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വഴിത്തിരിവാണ് ഈ രാമക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തായാലും രണ്ടാമത് മോദി സർക്കാരിൻ്റെ കാലത്ത് സുപ്രീം കോടതിയുടെ ആ വിധി വരികയും അതിനനുസരിച്ചിട്ട് സർക്കാർ ഉണർന്നു പ്രവർത്തിക്കുകയും ഒപ്പം തന്നെ ഉത്തർപ്രദേശ് സർക്കാർ ഉണർന്നു പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അതിൻ്റെ ഒരു ട്രസ്റ്റ് അവിടെ രൂപീകരിക്കുകയുണ്ടായി. അവരുടെ നേതൃത്വത്തിൽ ഈ ക്ഷേത്രം അവിടെ നമുക്ക് യാഥാർത്ഥ്യമായത്. ഇത് ഒരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സ്വയം സേവ സംഘത്തിൻ്റെയോ അനുഭാവികളുടെ ഒന്നായിട്ട് ആരും ഇതിനെ കാണരുത്. അങ്ങനെ കാണുമ്പോഴാണ് ഇത് വലിയ കുഴപ്പം. ഇത് ഭാരതത്തിൽ ഓരോ ഹിന്ദുവിൻ്റെയും അഭിമാനമാണ്. ആ ഹിന്ദുക്കൾ അത് ഏത് സമുദായമായാലും ശരി, ഏത് പാർട്ടി ആയാലും ശരി, ഏത് ഭാഗങ്ങളിൽ താമസിക്കുന്ന ആളുകളായാലും ശരി, അവരുടെയൊക്കെ അഭിമാനമാണ് ഈ രാമക്ഷേത്രം. ഞാൻ തന്നെ ഈ രാമക്ഷേത്രത്തിൽ 2-3 തവണ പോയിട്ടുണ്ട്. വെറും ഒരു ടെൻറ്റ് പോലെയുള്ള സമയത്ത് അവിടെ പോയി ദർശനം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം രാംലല്ല പ്രതിഷ്ഠിച്ചിരുന്ന സാധാരണ അപ്പം ടെമ്പററി തന്നെയാണ്, ബാലാലയം പോലെയുള്ള അതിൽ ദർശനം നടത്തിയിട്ടുണ്ട്. ഇനി ഭഗവാനെ നേരിട്ട് നമുക്ക് ദർശിക്കാൻ കഴിയുമെന്നുള്ളതാണ് വലിയ ഭാഗ്യം. കേരളത്തിൽ നിന്ന് 10-25ഓളം സന്യാസിമാരുടെ സംഘം ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് പോയിട്ടുണ്ട്. വളരെ സീനിയറായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഓരോ മഠത്തിൻ്റെ ചുമതലയുള്ള ആൾക്കാർ പോയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ജീവിതകാലത്ത് കാണാൻ സാധിച്ച വലിയ ഭാഗ്യമാണ്. എന്തായാലും ഈ നമ്മുടെ ഓരോ ഭാരതത്തിൻ്റെ ഓരോ പൗരൻ്റെയും, അത് ഹിന്ദുക്കളായാലും ശരി, ക്രിസ്ത്യാനി ആയാലും ശരി, മുസ്ലിം ആയാലും ശരി, ജൈനനായാലും ബൗദ്ധനായാലും പാർസി ആയാലും അവരൊക്കെ ഭാരതീയരാണ്. ആ ഭാരതീയരായ ഓരോരുത്തരുടെയും അഭിമാനമാണ് രാമക്ഷേത്രം. എല്ലാവർക്കും ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാന്റെ അനുഗ്രഹം നേടാനായിട്ട് ഇനിയുള്ള സമയങ്ങളിൽ കഴിയട്ടെ. നമ്മുടെ മതവിദ്വേഷങ്ങളൊന്നും വെച്ച് പുലർത്താതെ. കാരണം വെച്ചാൽ ഭാരതം ഒരു സനാതനധർമ്മത്തിൻ്റെ രാഷ്ട്രമാണ്. ഈ സനാതനധർമ്മത്തിൻ്റെ ഒരു പ്രധാന പ്രതീകമാണ് അല്ലെങ്കിൽ ദേവതാ സങ്കല്പമാണ് ശ്രീരാമചന്ദ്രൻ സ്വാമി. അദ്ദേഹത്തിൻ്റെ ലക്ഷക്കണക്കിന് വർഷമാണ് അദ്ദേഹത്തിൻ്റെ കാലയളവ് നമ്മുടെ കാലയളവിൽ നിന്ന് പുറകിലേക്ക് പോയാൽ ആ കാലത്തുള്ള ഭഗവാനെ ഇപ്പോഴും ആരാധിക്കുന്നുണ്ടെങ്കിൽ എന്തൊരു മഹത്തായ സംസ്കാരമായിരിക്കും നമ്മുടെ ഭാരത സംസ്കാരം. അതുകൊണ്ട് വലിയ അഭിമാനം തോന്നുന്നു. അതിനുവേണ്ടി നേതൃത്വം കൊടുത്ത പ്രധാനമന്ത്രിയായാലും ശരി, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആയാലും ശരി, മറ്റ് പ്രധാനപ്പെട്ട പ്രവർത്തകരായാലും ശരി, ഭാരതത്തിലെ ഓരോ പൗരന്മാർക്കും അഭിമാനിക്കാവുന്നതാണ് എന്നാണ് ആദ്യം പറയാനുള്ളത്. തീർച്ചയായും അത്രയും ആ രീതിയിലൊക്കെയുള്ള പ്രാധാന്യമാണ് അതിന് കാണുന്നത്. ഓരോ ഭാരതീയന്റെയും വീണ്ടെടുക്കലിന്റെ ഒരു മുഹൂർത്തം എന്നതുകൂടി അദ്ദേഹം സൂചിപ്പിക്കുകയാണ്.